2019 രാജ്യത്ത് വന്ന ഏറ്റവും വലിയ പഠന റിപ്പോർട്ടാണ്. ഈ പഠന റിപ്പോർട്ടിൽ മയക്കുമരുന്നിന്റെ ഉപഭോഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ ലഹരി ഉപഭോഗം, മയക്കുമരുന്നല്ല മറ്റു ലഹരികളുടെയും ഉപഭോഗത്തിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലിരിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽ പ്രതിയായി. ഒന്ന് കണക്കെടുത്ത് നോക്കാം. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. അപ്പോ വലിയ പ്രസംഗം പ്രസംഗിക്കുന്നവർ ആദ്യം അവരുടെ സംഘടനയെയും അവർ റെപ്രസെന്റ് ചെയ്യുന്ന വിഭാഗത്തെയും ഒന്ന് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ഇപ്പോ ചില സിനിമകളുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന, ഏറ്റവും കൂടുതൽ ആക്രമണം സംഘടിപ്പിക്കുന്ന ആള് ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? സിനിമയുടെ തലയിൽ മാത്രം വെക്കുന്നത്. ഒരു സംശയം. സംശയം എന്നും നല്ലതാണ്. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഉത്തരം പറ. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. അതൊന്നും എനിക്കറിയാൻ മേല. അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ എന്റെ സഹപാനലിസ്റ്റായ CPM-ന്റെ നേതാവിനെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. കേരളത്തിലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താമരശ്ശേരിയിലും വെഞ്ഞാറമൂട്ടിലുമൊക്കെ ഉണ്ടായ കേസുകളെ പറ്റി ശ്രീമതി ഷാനി ചോദിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്രാപ്രദേശിനെയും പശ്ചിമ ബംഗാളിനെയും അതുപോലെ തന്നെ ഒറീസയും ഒക്കെ മാത്രമാണ് ഉദാഹരിക്കുന്നത്. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോഴീ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാട്ടിലൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയാതെ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ നാട് നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. കേരളത്തിലെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം ക്രിമിനൽസിന്, ആ ക്രിമിനൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുലദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ്. ലഹരി ഉപയോഗിക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ ഏതാണ്ട് ഒരു 10-45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ബോറം പ്രസംഗം കേൾപ്പിക്കലായിരുന്നു ഏറ്റവും ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അത് കേട്ട് കഴിഞ്ഞാൽ, ലഹരിയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ വിരസമായ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടെങ്കിലും ആ കുട്ടികൾ ഇതൊക്കെ നിർത്തിപ്പോകാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലായിട്ടുണ്ട്. അതല്ലാതെ ഒരു മെച്ചവും ഞാൻ ആ പ്രസംഗത്തിനകത്ത് കണ്ടിട്ടില്ല. എന്റെ എല്ലാ മാനവും പോയി ഷാജിയേട്ടാ. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.